ഹലോ എവരിവൺ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എനിക്കറിയാം നിങ്ങൾ തംബ്നെയിലും ടൈറ്റിലൊക്കെ കണ്ടിട്ടാണ് ഈ വീഡിയോ കാണാൻ വന്നിരിക്കുന്നതെന്ന്. ചിലവർ വിചാരിക്കും ഇവൻ ഉടായ്പാണ്, എന്തായാലും ഒന്ന് കണ്ടു നോക്കാമെന്ന് പറഞ്ഞിട്ടായിരിക്കും വന്നിട്ടുള്ളത്. ഉടായ്പൊന്നുമല്ല, ഉടായ്പ് കാണിച്ച ഒരുപാട് ചാനൽസ് വ്യൂസും അവരുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ കയറ്റി പോകുന്നുണ്ട്. പക്ഷേ ഈ ചാനലിൽ അത് നടക്കത്തില്ല, ഒരു ഉടായ്പും ഇല്ല. ജെന്യുവനായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഈ ചാനലിലൂടെ പറയുള്ളൂ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എങ്ങനെ 2000 rupees പെർ അവർ നമുക്കുണ്ടാക്കാം, അതും ഓൺലൈനിലൂടെ. അതായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നതല്ലേ. അപ്പോൾ അതൊക്കെ ഞാൻ പറയാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അതിന് മുമ്പേ അവിടെ സബ്സ്ക്രൈബ് ബട്ടൺ കാണുന്നുണ്ടോ? ആ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ഞെക്കിയിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്താൽ എനിക്ക് സഹായമായിരിക്കും, നിങ്ങൾക്ക് സഹായമായിരിക്കും. നിങ്ങൾക്ക് എങ്ങനെ സഹായമാണെന്നല്ലേ. ഇതേപോലത്തെ വീഡിയോസും പിന്നെ വ്ളോഗ്സും ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സും ഒക്കെയാണ് എൻ്റെ ഈ ചെറിയ ചാനലുള്ളത്. ഇത് വലുതാക്കാൻ നിങ്ങൾ സഹായിക്കണം. നിങ്ങൾ സഹായിച്ചാൽ മാത്രമേ എനിക്ക് വളരാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അപ്പോൾ ഈ കാര്യങ്ങൾ പക്ക ജെന്യുവനായിട്ടുള്ള കാര്യങ്ങളാണ്. വെറുതെ ഒരിടത്തു നിന്ന് കണ്ടിട്ട് ഞാൻ വെറുതെ ഒന്ന് പറയുന്നതല്ല. ഒരുപാട് റിസർച്ചും ചെയ്ത് സ്ക്രിപ്റ്റ് വരെ ഞാൻ ഇവിടെ തയ്യാറാക്കി. ഞാൻ ജെന്യുവനായിട്ട് ഉള്ള കാര്യമാണ്. സ്ക്രിപ്റ്റ് വരെ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള പക്ക കാര്യങ്ങൾ പറയാം. വീഡിയോ ഇരുന്ന് ഫുള്ളായിട്ട് കണ്ടില്ലെങ്കിൽ പകുതിക്ക് വെച്ച് കേട്ടിട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒരു ബെനിഫിറ്റ് ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ ഫുള്ളായിട്ട് വീഡിയോ ഇരുന്ന് കാണാം. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 2000 രൂപ എങ്ങനെ പെർ അവർ നമുക്ക് ഉണ്ടാക്കാം, അത് ത്രൂ ഓൺലൈൻ. ഇപ്പോൾ ഈ പ്രത്യേകിച്ച് ഈ ഓൺലൈൻ ഈ ലോക്ക്ഡൗൺ സമയത്ത് നമുക്ക് ഈ ബിസിനസ് വളർന്നു പറഞ്ഞാൽ കാണാം. ഈ ബിസിനസ് എന്ന് ഉദ്ദേശിച്ചത് അതായത് ഓൺലൈൻ മാർക്കറ്റിംഗ് കാര്യങ്ങൾ നമുക്ക് വളർന്നു പറഞ്ഞാൽ കാണാൻ പറ്റും. ഇപ്പോൾ ലോക്ക്ഡൗൺ സമയമായതുകൊണ്ട് പ്രത്യേകിച്ചും മിക്കുള്ള ആൾക്കാരും ഓൺലൈനാണ് സാധനങ്ങൾ വാങ്ങേണ്ടത് അല്ലേ. ഇപ്പോൾ ഗ്രോസറീസ് ആയിരുന്നാലും എന്തായിരുന്നാലും എന്ത് അല്ലറ ചില്ലറ കാര്യങ്ങളാണ്, ചെറിയ കാര്യങ്ങളാണ്, ഓൺലൈനിലാണ് ഇപ്പോൾ കാര്യങ്ങൾ. മുമ്പൊക്കെ നമ്മൾ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ ആയിരുന്നു വാങ്ങിക്കൊണ്ടിരുന്നത് കൂടുതലും. ഇപ്പോൾ നമ്മൾ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് എന്തായിരുന്നാലും നമ്മൾ ഓൺലൈനിൽ നിന്നാണ് വാങ്ങുന്നത്. കാരണം നമ്മളെ സേഫ്റ്റി ആദ്യം നോക്കിയും പിന്നെ പുറത്തിറങ്ങാതെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഓൺലൈൻ ബിസിനസ്. ഓക്കെ, അപ്പോൾ ഓൺലൈൻ ബിസിനസ് നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ എവിടെയായിരുന്നാലും വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഓൺലൈൻ ബിസിനസ്സിലൂടെ നമ്മൾ സാധാരണക്കാർക്ക് എങ്ങനെ പൈസ ഉണ്ടാക്കാം? ഓക്കെ, വളരെ ചെറിയൊരു ഐഡിയ ആണിത്. ഓക്കെ, ഇത് ത്രൂ ഒരു ആപ്ലിക്കേഷൻ അല്ല, ത്രൂ ഒരു ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ച് ഒരുപാട് ഗെയിംസൊക്കെ കളിച്ച് പൈസ ഉണ്ടാക്കുന്നത്, ഇത് അങ്ങനെയൊന്നുമല്ല. ഒരു ചെറിയ ഐഡിയ ആണ് നിങ്ങളുടെ അടുത്ത് പങ്കുവയ്ക്കുന്നത്. വളരെ ജെന്യുവൻ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഓൺലൈൻ ബിസിനസ്സുള്ള സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, ഫ്ലിപ്കാർട്ടിലും ആമസോണിലും നിങ്ങൾ പ്രോഡക്റ്റ്സ് നോക്കും, അതായത് പ്രോഡക്റ്റ്സ് കാണുമ്പോഴത്തേക്കും അതിൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ വൈറ്റ് ആണല്ലേ. ഇപ്പോൾ ഒരാൾ ഒരു ഓൺലൈൻ ബിസിനസ് തുടങ്ങാമെന്ന് ചോദിച്ചോ. ഓൺലൈൻ ബിസിനസ് തുടങ്ങിയതിന് ശേഷം അവർക്ക് എന്തായാലും പ്രോഡക്ട്സിൻ്റെ ഫോട്ടോ കാണിക്കണമല്ലോ. ഈ പ്രോഡക്ട്സിൻ്റെ ഫോട്ടോ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം. ഓരോ കമ്പനീസിനും ഓരോ രീതിയിലാണ്. എന്നാലും മിക്ക കമ്പനീസിനും, അതായത് ഫ്ലിപ്കാർട്ട് അല്ലെങ്കിൽ ആമസോണിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന എന്താണ്, നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന പ്രോഡക്ട്സിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം വൈറ്റാണ്. ഓക്കെ, അപ്പം ഈ ബിസിനസ് തുടങ്ങുന്ന ആൾക്കാർക്ക് എപ്പോഴും ഈ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കാനുള്ള സമയം ഇല്ല. ഓക്കെ, ഞാനൊരു തമാശ രീതിയിൽ പറയുകയാണ്, അങ്ങനെയല്ല. ഇപ്പോൾ നമ്മൾ ഫ്രീലാൻസ് സൈറ്റുകളുണ്ടല്ലോ, ഒരുപാട് ഫ്രീലാൻസ് സൈറ്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ 5 hour, അങ്ങനെ ഒരുപാട് സൈറ്റുകളുണ്ട്. ഓക്കെ, ഞാൻ കാര്യത്തിലേക്ക് കടക്കാണ്, ശ്രദ്ധിച്ചിരിക്കുക. അപ്പം ഇതിൽ നമുക്ക് ഫ്രീലാൻസ് സൈറ്റിൽ നമുക്ക് ഒരുപാട് ഓൺലൈൻ ജോബുകൾ കിട്ടാറുണ്ട്. ഓക്കെ, എസ്പെഷ്യലി ഫോട്ടോ ഡിസൈനിങ് കാര്യങ്ങൾക്കെല്ലാം എല്ലാം ജോബ് പെട്ടെന്ന് അതിൽ കിട്ടാറുണ്ട്. ജോബ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിൽ ക്ലയൻസിനെ കിട്ടും. ക്ലയൻസ് വഴി നിങ്ങൾക്ക് ഒരുപാട് പൈസ അതിന് ഉണ്ടാക്കാൻ പറ്റും. അതായത് ഫോട്ടോ ഒക്കെ ഡിസൈൻ ചെയ്ത്, ലോഗോ ഡിസൈൻ ചെയ്ത്, അങ്ങനെ പല ഡിസൈനിങ്ങും. അപ്പം നമ്മൾ സാധാരണക്കാർക്ക് ഈ ലോഗോ ഡിസൈൻ ചെയ്യാൻ അറിയില്ല, ഫോട്ടോഷോപ്പ് ചെയ്യാനൊന്നും അറിയില്ലായിരിക്കും. പക്ഷേ ഈ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഒറ്റ ക്ലിക്ക് കൊണ്ട് റിമൂവ് ചെയ്യാൻ പറ്റുമെങ്കിലോ? അങ്ങനെ നമുക്ക് 3-4 സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഫോട്ടോ സീസസ്, പിന്നെ അതർവൈസ് ക്യാൻവ, പിക്സാർട്ട്, remove.bg. പിക്സാർട്ടും ക്യാൻവയൊക്കെ നമ്മൾ സ്വന്തമായിട്ട് കുറച്ച് എഡിറ്റൊക്കെ ചെയ്യേണ്ടി വരുമെങ്കിലും remove.bg, ഫോട്ടോ സീസസ്, ഈ പറയുന്ന ആപ്ലിക്കേഷൻ ഈ പറയുന്ന സൈറ്റ് ഉപയോഗിച്ച് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ പറ്റും. ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തതിനു ശേഷം നിങ്ങൾ കുറച്ച് അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എഡിറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഈ ഫ്രീലാൻസ് സൈറ്റായ ഞാൻ ഇപ്പോൾ പറഞ്ഞ സൈറ്റായ 5 hourലോ പല ഫ്രീലാൻസ് സൈറ്റുണ്ട്, ഏത് സൈറ്റായിരുന്നാലും കയറിയിട്ട് നിങ്ങൾക്ക് ഒരു
നിങ്ങളുടേതായ ഒരു നിങ്ങളുണ്ടാക്കിയ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവുമല്ലോ, ബാക്ക്ഗ്രൗണ്ട് ഇട്ടിട്ടുള്ള പ്രൊഡക്റ്റ്. ഓക്കെ, ഇപ്പം നമ്മൾ ആ ഫ്രീലൈൻ സൈറ്റിൽ തന്നെ നമ്മൾ കയറി കഴിഞ്ഞാൽ ക്ലയൻറ്റ് നമുക്ക് പ്രൊഡക്റ്റ് തരും, ഏത് പ്രൊഡക്റ്റാണ് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഫ്രീലൈൻ സൈറ്റിൽ നമ്മൾ നേരത്തെ തന്നെ രജിസ്റ്റർ ചെയ്തേക്കണം കേട്ടോ. കാരണം ഇപ്പോഴത്തെ അതിൻ്റെ ക്രൗഡ് കൂടിക്കൂടി വരികയാണ്. അപ്പം ഈ വീഡിയോ കാണുന്നതാണെങ്കിൽ ഞാനിപ്പോൾ എക്സാമ്പിളായിട്ട് എൻ്റെ ലാപ്ടോപ്പിൽ നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കാണിച്ചു തരുന്നതായിരിക്കും എല്ലാവരും. അപ്പം വീഡിയോ എന്തായാലും ഫുള്ളായിട്ട് കാണണം, എന്നാലും മനസ്സിലാവുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫ്രീലൈൻ സൈറ്റായ ഏത് സൈറ്റായിരുന്നാലും കയറി രജിസ്റ്റർ 3-4 സൈറ്റിൽ കയറി അങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടതിന് ശേഷം നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾക്ക് ക്ലയൻസും കാര്യങ്ങളും പതിയെ ചെയ്താൽ മതി. പയ്യെ നിങ്ങൾക്ക് കയറി അതായത് ഒരു അരമണിക്കൂർ നിങ്ങളത് സ്പെൻഡ് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾ വളർന്നു വരാണെങ്കിൽ നിങ്ങൾക്ക് അതിലൊരു കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത് വരാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇപ്പം ഒരു കമ്പനീനെ, അതായത് ആമസോണിൽ ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുക, ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, അത് നിങ്ങൾക്കൊരു, ഞാൻ പറഞ്ഞ പോലെ ഈ സൈറ്റ് ഉപയോഗിച്ചിട്ട് ഒരു 3-4 പ്രോഡക്റ്റ്സ് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഈ രജിസ്റ്ററൊക്കെ ചെയ്യണം. ഓക്കെ, ഞാനിപ്പോൾ എക്സാമ്പിളായിട്ട് കാണിച്ചു തരാം, എല്ലാം കാണിച്ചു തരാം. ഓക്കെ, ഡോണ്ട് വെറി, എല്ലാം ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ remove.vgയോ അല്ലെങ്കിൽ ഫോട്ടോസിസസ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഈ ക്ലയൻറ്റ്സ് നിങ്ങൾ രജിസ്റ്റർ ചെയ്തതിനു ശേഷം ക്ലയൻറ്റ്സൊക്കെ പറയുന്ന പ്രോഡക്റ്റ്സ് നിങ്ങൾ അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ, അതായത് ഈ ക്ലയൻറ്റ്സ് തന്ന ഇത് സെല്ല് ചെയ്യാം. ഇത്ര രൂപയ്ക്ക് നിങ്ങൾക്ക് സെല്ല് ചെയ്യാം. അതായത് ഈ ഒരു ഫോട്ടോയ്ക്ക് ഇത്ര രൂപ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ആ സൈറ്റിൽ സെല്ല് ചെയ്യാം. അപ്പോൾ ക്ലയൻറ്റ്സ് അത് വാങ്ങാൻ വരും. അപ്പോൾ നിങ്ങൾക്ക് ആ പൈസ ഉൾപ്പെടെ കിട്ടും. മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ, ഇപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് കാണിച്ചു തരുമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നുന്നുണ്ടാവും, അത് ഞാൻ കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് ഇപ്പം ഫസ്റ്റ് നമ്മൾ തുടങ്ങുന്ന സമയത്ത് എന്തായാലും ഒരു 1000 രൂപയോ 2000 രൂപയ്ക്കോ ഒന്നും നമുക്ക് വിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ കുറഞ്ഞ പ്രൈസിൽ ആദ്യം നമ്മുടെ പ്രൊഡക്റ്റ് അല്ല, പിക്ചേഴ്സ് അല്ലെങ്കിൽ ഈ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് നമ്മൾ ഈ പ്രൊഡക്റ്റ് നമ്മൾ കുറഞ്ഞ പൈസയ്ക്ക് വിൽക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സ്റ്റാർട്ടിങ്ങിൽ 300 രൂപയോ 500 രൂപയ്ക്കോ വിൽക്കണം. പിന്നെ നിങ്ങൾക്ക് ക്ലയൻസും പിന്നെ ഈ ആൾക്കാരൊക്കെ കൂടി വരുമ്പോഴത്തേക്കും, നിങ്ങളുടെ അടിയിൽ കുറേ ആൾക്കാർ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പയ്യെ കൂട്ടാന്നേ ഉള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ 500 രൂപയ്ക്കാണ് സ്റ്റാർട്ടിങ്ങിൽ വിൽക്കുകയെന്നുണ്ടെങ്കിൽ ഒരു ദിവസം നിങ്ങൾ 4 പിക്ചേഴ്സാണ് എഡിറ്റ് ചെയ്ത് അതിൽ സെല്ല് ചെയ്യുകയാണെങ്കിൽ 4 എണ്ണം വിറ്റുപോയാൽ നിങ്ങൾക്ക് ഒരു ദിവസം 2000 രൂപയാണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ദിവസം നിങ്ങൾക്ക് 2000 രൂപ വരെ ഉണ്ടാക്കാം പെർ അവർ എന്ന് പറഞ്ഞത്. അല്ലാണ്ട് വെറുതെ ഉടായ്പായിട്ടുള്ളൊരു കാര്യം മാത്രമല്ല. എന്തായാലും നിങ്ങൾക്ക് ഞാൻ കാര്യങ്ങളൊക്കെ ഇതിലിപ്പോൾ കാണിക്കാൻ പോവുകയാണ്. എന്തായാലും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും അതിലേക്ക് പോവാം. remove.bg എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെബ്സൈറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ വെബ്സൈറ്റിൽ വർക്കിംഗ് എങ്ങനെയാണെന്ന് ഞാൻ ഒരു എക്സാമ്പിളായിട്ട് പെട്ടെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഒരു നേരത്തെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതാണ് ഇപ്പോൾ തന്നെ വന്നത്. ഇപ്പോൾ നമുക്ക് ഒരു ഷൂ ആണ് നമ്മൾ പ്രൊഡക്റ്റ്. ഇതാണ് നമ്മളെ ഷൂ, കണ്ടോ? ഒറിജിനൽ ഞാൻ അപ്ലൈ ചെയ്ത ഇമേജ് ഇതാണ്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് കിട്ടിയത് കണ്ടോ നമുക്ക്, കണ്ടോ? ഇനി എഡിറ്റിങ്ങിൽ പോയിട്ട് നിങ്ങൾ വളരെ സിമ്പിളായിട്ട് ഇവിടെ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിപ്പോൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് അല്ലേ വേണ്ടത്, വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്ത് കൊടുക്കുക. കണ്ടോ? ഇനി പ്ലെയിൻ ആയിട്ടുള്ള വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ കണ്ടോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ക്ലയൻറ്റ്സ് തരുന്ന പ്രൊഡക്റ്റിന് അനുസരിച്ചിരിക്കും കേട്ടോ നിങ്ങളുടെ നിങ്ങളുടെ ഏത് പ്രൊഡക്റ്റാണോ, അപ്പോൾ അതിനനുസരിച്ചുള്ള ചെറിയ എഡിറ്റിംഗ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിൽ കൂടെ നിങ്ങൾക്ക് സിമ്പിളായിട്ടൊന്ന് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തെടുത്തിട്ട് ഡൗൺലോഡ് ഒന്ന് കൊടുക്കുക. ഡൗൺലോഡ് ഒന്ന് എടുക്കുമ്പോൾ ഇതേപോലെ ഒന്ന് ഓപ്പൺ ആവും. ഡൗൺലോഡ് ആയിട്ടുണ്ട് സാധനം ഡൗൺലോഡായി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി അപ്ലോഡ് ചെയ്യാന്നുള്ളൂ, സുഖമായിട്ട് അപ്ലോഡ് ചെയ്യാന്നുള്ളൂ. കണ്ടോ? അപ്പോൾ ഇതാണ് remove.bg എന്ന് പറഞ്ഞിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ. ഓക്കെ, ഇത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഫ്രീലാൻസ് സോഫ്റ്റ്വെയറിൽ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഫോർ എക്സാമ്പിൾ 5 hour എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഫ്രീലാൻസ് സോഫ്റ്റ്വെയറാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. എന്തായാലും നിങ്ങൾ ഒന്ന് ജോയിൻ ചെയ്യട്ടോ. ഞാനൊന്നും ജോയിൻ ചെയ്തിട്ടില്ല, ഞാൻ റിസർച്ച് ചെയ്തിട്ടേ ഉള്ളൂ. റിസർച്ച് ചെയ്തിട്ടാണ് എനിക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായത്. ഓക്കെ, ഞാൻ എന്തായാലും ഉടനെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോന് ശേഷം നിങ്ങളൊന്ന് ജോയിൻ ചെയ്യാം. കാരണം ക്രൗഡ് ഇപ്പോൾ കൂടി വരികയാണ്. എന്നിട്ട് ഞാനിപ്പോൾ പറഞ്ഞൊരു കാറ്റഗറി നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ആമസോൺ പ്രൊഡക്റ്റ് ഫോട്ടോ ബാക്ക്ഗ്രൗണ്ട് എന്ന് നിങ്ങൾ അടിച്ചു കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ടല്ല. കണ്ടോ? ഇത് കണ്ടോ? ഒരുപാട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു രീതിയിലായിരുന്ന ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്തിട്ട് കണ്ടോ ഈ ഒരു രീതിയിൽ അവരാക്കിയിട്ട് അവർ ഈ
ഫോട്ടോ വിൽക്കുന്ന പ്രൈസ് എന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ് അറ്റ് $10 എന്ന് പറഞ്ഞാൽ ഏകദേശം 10x70 നിങ്ങൾ കൂട്ടിയാൽ മതി. ഓക്കെ, 10x70 700 റുപ്പീസിലാണ് അവർ ജസ്റ്റ് ഈ ഒരു ഫോട്ടോ വിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എത്ര പ്രൈസാണ് എത്ര വിലയാണ് അവരുണ്ടാക്കുന്നത്. കണ്ടോ ഇങ്ങനത്തെ രീതിയിലൊക്കെ എഡിറ്റ് ചെയ്താൽ കണ്ടോ. നേരത്തെ നമ്മൾ കാണിച്ചൊരു ഷൂസിൻ്റെ വരെ ഇവിടെ ഒരു ബാഗാണ് കാണുന്നത്. അത് അവർ വിൽക്കുന്നത് എത്ര? സ്റ്റാർട്ടിങ് അറ്റ് $100 എന്ന് പറഞ്ഞാൽ ഏകദേശം 7,000 രൂപ അടുപ്പിച്ച് വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ കണ്ടോ, നിങ്ങൾ ആദ്യം പ്രൊഫഷണലൊന്നും അല്ല, നിങ്ങൾക്ക് ക്ലയൻസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു $2 $3 നിങ്ങൾക്ക് വിൽക്കാവുന്നേ ഉള്ളൂ സാധനങ്ങൾ. പിന്നെ നിങ്ങൾ രക്ഷപ്പെട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ $100 $50 എത്ര വേണോ നിങ്ങൾക്ക് വിൽക്കാവുന്നേ ഉള്ളൂ. മനസ്സിലായോ? കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം എന്തായാലും നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് വിജയിക്കാൻ കൂടുതൽ ശതമാനം നിങ്ങൾക്കിതിൽ നേടാൻ പറ്റും. അപ്പോൾ ഇതാണ് ഞാൻ ഉദ്ദേശിച്ച സംഭവങ്ങളൊക്കെ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ. നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ എന്തായാലും ലോക്ക്ഡൗണിൽ വീട്ടിലിരിക്കുകയാണ്, അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് പൈസ ഇതൊന്നും ഉണ്ടാക്കാൻ കഴിയും. ലോക്ക്ഡൗണിൽ ഇങ്ങനത്തെ രീതിയിൽ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ കഴിയാൻ വളരെ ഒരു ഉപകാരമായിരിക്കില്ല. എന്തായാലും ഈ കുറച്ച് സമയം നമ്മൾ വെറുതെ ടിക്ടോക്കിലും യൂട്യൂബിലൊക്കെ കളയുന്ന സമയത്ത് ഇതിലൊന്ന് ട്രൈ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നല്ലൊരു ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, എന്തായാലും ഇങ്ങനത്തെ ടോപ്പിക്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഷുവറായിട്ട് കമൻറ്റ് ചെയ്യുക. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷുവറായിട്ടും കമൻറ്റ് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. പിന്നെ കമൻറ്റിലൂടെ എല്ലാം അറിയിക്കണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കല്ല്. എപ്പോഴും പറയുന്നതാണ്, സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയാൽ മതി. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ആദ്യം പറയും പോലെ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിലും കാണുന്നതായിരിക്കും. ബൈ, സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.